നല്ല അടിപൊളി വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ നൂലും ചൂണ്ടയും കെട്ടുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗാലുവണ്ണാണ് ഈ ചൂണ്ട കെട്ടുന്നത്. ഗാലുവണ്ണ ചൂണ്ട കെട്ടുന്ന രംഗമൊന്നും നമുക്ക് കാണാം. ആദ്യം നമ്മൾ കുപ്പി ചൂണ്ടയാണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂണ്ട കെട്ടുന്നത്. നീളം കുറച്ചാണ് നമ്മൾ ഈ ചൂണ്ട കെട്ടുന്നത്. കമ്പ് വെച്ചാൽ അടുപ്പിന് നമുക്ക് ഇര തോട്ടണം. അപ്പോൾ നമുക്ക് ഇര തോട്ടാൻ പോവാം. ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുളമുണ്ട്. ഇത് ഇറക്കിയൊക്കെ വേണം അടുത്ത നമ്മളെ ടാർഗറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ കുളം ഇറക്കുന്നത്. നമ്മൾ മോട്ടർ വെച്ചാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നമ്മളിത് ഇറക്കുന്നത്. നല്ലായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഈ കമ്പ് വെച്ചാണ് ഇവിടെ ഇര എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇര ഇവിടെ കിട്ടുമെന്ന് നോക്കാം. ഇത് ഇര ഞാൻ കൈ കൊണ്ട് എടുക്കാറില്ല, അതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവ ഇതിനെടുക്കും. അത്യാവശ്യം നമുക്ക് പള്ളത്തിയെ പിടിക്കാനുള്ള ഇര കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇത് മതി. കൊണ്ടുപോയി പള്ളത്തിയെ പിടിക്കാം. നമ്മൾ പള്ളത്തിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂട്ടുകാരൻ ചൂണ്ടയിടുകയാണ്. അതിൽ അവിടെ നിന്നാണ് നമ്മൾ പള്ളത്തിയെ പിടിച്ച് ഇതാക്കാൻ പോകുന്നത്. എല്ലായിടത്തും നമ്മളിന്ന് 21 പള്ളത്തിയാണ് പിടിക്കാൻ പോണത്. നമ്മളതിലിപ്പോൾ 21 ചൂണ്ടയുണ്ട്. അപ്പം നമ്മൾ 21 പള്ളത്തിയെ പിടിക്കാനാണ് പോണത്. ലാലു അണ്ണനൊരു മീൻ കൊത്തിയെന്നാണ് തോന്നുന്നത് പള്ളത്തി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗാലുവണ്ണ ഒരു പള്ളത്തിയെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗാലി പിടിക്കാൻ വേണ്ടി കൊത്തിരുന്ന മീനാണിത്. അപ്പോൾ ഇതിനെടുത്ത് നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ടാക്കാം. നമ്മളെ ഒരു പയ്യനാണ് അബീത്ത്, അവൻ്റെ അടുത്തും കൂടെ പോയി അതും കൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ. ഇതാണ് നമ്മളെ കുപ്പി. അതിന്റെ ഓളം നോക്കണം. ഇതിലിപ്പോ 10 വെള്ളത്തിയുണ്ട്. ഇനി നമുക്ക് അവൻ്റെ ഒരെണ്ണം കൂടെ കിട്ടുന്നുണ്ട്, അതും കൂടെ പോയി. അപ്പൊ 11 ആവും. ഫ്രണ്ട്സ്, പള്ളത്തിയെ പിടിക്കാൻ പുതിയൊരു ടെക്നിക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തോർത്ത് വെച്ച് അരിച്ച് പിടിക്കാം. നമുക്കിതിൽ വലിയ മീനും കിട്ടുമോ നോക്കാം. 2 കിറുക്കന്മാരും കൂടെ തമ്മിൽ പിടിക്കാൻ പോവുകയാണ്. മീനുണ്ടോടാ? ഗൈസ്, 2 ഭ്രാന്തന്മാരും കൂടെ മീൻ പിടിക്കാൻ പോയിട്ട് ലാസ്റ്റ് പരാജയപ്പെട്ട് തിരിച്ചു പോവുകയാണ്.
നമ്മൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള നമ്മളിപ്പോൾ കുപ്പി ചൂണ്ടിടാനുള്ള ഫുള്ള് മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഒരു 10-25 മീനുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിനി ഇവിടെ അല്ല നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുപ്പി ചൂണ്ട ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ പോയിട്ട് ബാക്കി കാണാം. ഫ്രണ്ട്സ്, ട്യൂബും കൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണം. എങ്ങനെയാണ് ഈ കാണുന്നത്? കുപ്പി ചൂണ്ട ഇടാനാണ് പോണത്. അപ്പോൾ ട്യൂബും കൊണ്ട് നമ്മൾ അടുത്ത സൈറ്റിൽ പോയി കുപ്പി ചൂണ്ടയാണ് ഇടാൻ പോകുന്നത്. ആ ഒരു ട്യൂബ് കൊണ്ടുപോകണ വേടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് വണ്ടി വയ്ക്കുന്നത്. വണ്ടി അത് കഴിഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് നമ്മൾ ആ സ്ഥലത്തോട്ട് പോയത് കുറച്ച് കാട് പിടിച്ച് ഏരിയാണ്. അപ്പോൾ ഇതുവഴി വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നേരം കഴിഞ്ഞിട്ട് പോവില്ലേ നമ്മൾ? ഇറങ്ങി ചാടിച്ചാ ഫ്രണ്ട്, ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പോട്ട്. ഇവിടെയാണ് നമ്മൾ കുപ്പി ചൂണ്ട ഇടാൻ പോകുന്നത്. ആ സൈഡ് ഫുള്ള് നമ്മൾ ഇന്ന് കുപ്പി ചൂണ്ട ഇടും. അപ്പോൾ നമ്മളിന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു 21 കുപ്പി ചൂണ്ട ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതാണ് ചൂണ്ട കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചൂണ്ടയും നമ്മൾ ഇവിടെ കുപ്പി ചൂണ്ടയായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അബീത്താണ് നമ്മൾ ആദ്യം ഇറങ്ങുന്നത്. അതിന് രണ്ടാമത്തെ ഇറങ്ങാൻ പോവാണ്. ഇത് രണ്ടുപേരുമാണ് കുപ്പി ചൂണ്ട ഇടുന്നത്. കുപ്പി എടുത്താ മീൻ ഇതാ നമ്മൾ പിടിച്ച പള്ളത്തി ചൂണ്ട. നമുക്ക് ഇവിടെ ഇവരെ കൊടുക്കുകയാണ്. പാത്രം എടുത്തോളൂ. ഇത് വെച്ചാണ് സൈഡ് നീന്തി പോകുന്നത്. നമ്മൾ ലാലുവണ്ണന്റെ ആയുധമാണ് നീന്തി കാണിച്ചോളൂ. വേറെ പായലാണ്. ഈ പായൽ മാറ്റിയാലേ അങ്ങോട്ട് നീങ്ങി പോവുള്ളൂ. പായലുകൊണ്ട് പതുക്കെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരാൾ പായൽ കഴിഞ്ഞ് അപ്പുറത്ത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്ത ഇപ്പോഴും പായലിൽ കിടക്കണേ ഉള്ളൂ. പായലിൽ നിന്ന് അപ്പുറത്ത് വെള്ളത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ നീങ്ങിയാലും നീങ്ങി പോവില്ല. ഫ്രണ്ട്സ്, ആദ്യത്തെ കുപ്പി ചൂണ്ട ഇടാൻ പോവുകയാണ്. ആ ഒരു പോയിന്റിലാണ് ഫസ്റ്റ് ചൂണ്ട ഇടാൻ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ചൂണ്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് അടുത്ത ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇരുന്ന ചൂണ്ട ഇടാൻ സിമ്പിളാണ്. നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലൊന്ന് കെട്ടി നേരെ നമ്മൾ ഏതാണോ സ്പോട്ട് അവിടെ കൊണ്ട് കുറച്ച് പായൻ്റെ മേളിൽ കുപ്പി വരാൻ കണക്കാക്കി അങ്ങ് കൊണ്ടുവയ്ക്കും. അത്രയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കുപ്പി ചൂണ്ടയും നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2
2 കുപ്പി ചൂണ്ട ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും 19 ചൂണ്ട ഇടാണ്ട്. മൊത്തം നമ്മൾ 21 ഇടാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത കുപ്പി ചൂണ്ടയും നമ്മൾ ആ സ്പോട്ടിലാണ് ഇടുന്നത്. അല്ലെ അപ്പുറത്തെ ഒരു സ്പോട്ട് കൂടെ ഉണ്ട്, അവിടെയും കൂടെ ഇടേ. അവിടെ വന്നിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ വന്നിട്. നമ്മൾ ഇതുവരെയായിട്ടും പാതി ചൂണ്ടയിട്ട് തീർന്നിട്ടുണ്ട്. ഇനി ബാക്കി പാതിയും കൂടെ ഇടണം. അത് കുറച്ച് അപ്പർ സൈഡിലാണ് ഇടാൻ പോണത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഇടണത് കാണാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ചൂണ്ടയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ട് അവർ തിരിച്ച് കയറുകയാണ്. ഇനി അപ്പുറത്തൊരു ചെറിയൊരു സ്പോട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബാലൻസ് ഉണ്ട്, അതെടുത്ത് നമ്മൾ അവിടെ ഇടാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവർ കയറിയിട്ട് നമ്മൾ അവിടെ പോയി ഇടുന്ന വീഡിയോ കാണിക്കാം. ഫ്രണ്ട്സ്, കഷ്ടപ്പാടാണ് നമുക്ക് ഇവിടെ ചൂണ്ടയിടുന്നത്. കാരണം നമുക്ക് ഇത്രയും വൃത്തിയാക്കിയാലേ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ആ വെള്ളത്തിലിറങ്ങി അവിടെ അത്രയും കുപ്പി ചൂണ്ട ഇടാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തിരിച്ച് ഇറങ്ങാനും കയറാനുള്ള വഴി ഇല്ല ഇവിടെ. അപ്പോൾ അത് ശരിയാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ ഈ സ്പോട്ടിൽ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അളിയാ നോക്കി ഇറങ്ങളെയാ, കൊമ്പൊടിയും ചിലപ്പോ. ഒരു പാത്രം കൂടെ ഇപ്പുറത്തെ എളുപ്പമുണ്ടായിരുന്നു. 2 അവിടെ കിടക്കണ്ട. ഒന്ന് തോടക്കണം, ഒന്ന് തോട. പായലിൽ 2 ഉപ്പ് അപ്പം അങ്ങനെ തീരുമാനിക്കാം. നോക്കടാ, അവിടെ ഒരു മീൻ അടിച്ചടാ. അതുകൊണ്ട് അവിടെ ചെറുതല്ല തോന്നുന്നു. നല്ല അടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ അത് ഈ സൈഡിൽ
അവിടെ കെട്ടിയിട്ടിക്കാൻ ഈ സൈഡില് അല്ല. അപ്പോൾ ഇന്നത്തെ കുപ്പി ചൂണ്ട കെട്ടിയിടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇനി ഒരു രാത്രി ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ഈ ചൂണ്ട എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബാക്കിയൊക്കെ ആ സമയത്ത് കാണാം. നമ്മൾ മീൻ എടുക്കുമ്പം എത്ര മീനുണ്ട്, ഏതൊക്കെ മീനാണ് കിട്ടിയതെന്നൊക്കെ നമുക്ക് ആ സമയമാകുമ്പോഴേ കാണാം. ശരി, ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ഇട്ടിരുന്നത് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറ്റാക്കൂരിട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ കാഴ്ചകളിലേക്ക് പോവാം. അവിടെ ഒരു കുപ്പി ഇല്ലേ ഏതാടാ? ഫ്രണ്ടിലോട്ട് നോക്കിയാണ്, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യ ചൂണ്ടയിൽ തന്നെ ഒരു നല്ല കിടിലൻ വരാൽ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. നമുക്ക് അവർ ഇവിടെ കരയെ വന്നാലേ കാണാൻ പറ്റൂ. അപ്പം വെട്ടത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് പാടാണ്. അപ്പോൾ അവർ കരയെ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് നല്ല മീനിൻ്റെ സൈസെല്ലാം. നല്ല കഷ്ടപ്പാടുണ്ട് ട്യൂബിലിങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി. മൊത്തവും പായലായതുകൊണ്ടാണ്. കഷ്ടപ്പെട്ടാലേ മീൻ കിട്ടുള്ളൂ, അതുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. അടുത്ത കുപ്പി നോക്കുകയാണ്, അതിൽ മീനില്ല. അടുത്തത് വേണ്ടി നോക്കി പോവുകയാണ്. അപ്പോൾ വേറെ ഒന്നിലും കൂടെ ഒരു മീനുണ്ട്. ഇതാ കാണാൻ പറ്റും, ആ കുപ്പിയിൽ കിടന്ന് അടിക്കുകയാണ് മീൻ. അപ്പോൾ അതിപ്പം ലാലുണ്ണ എടുത്ത് കാണിച്ചു തരുന്നതാണ് മീനിനെ. അതാ മീൻ കിടന്ന് പിടയ്ക്കുകയാണെങ്കിൽ. ഓ, അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ്. അപ്പോൾ ഒരു ചാക്കിലാക്കിയാണ്. അടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു കരയെ കയറുമ്പോൾ ഒരു വണ്ണനും ഇതും കൂടെ അങ്ങ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 5 ചൂണ്ട അടുപ്പിച്ച് വലിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 2 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങ് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല, ദൂരെ ആയതുകൊണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത്. ചെറുതായിട്ടാണ്.
ഞാൻ പറഞ്ഞ വരി വന്നാൽ മാത്രം മതി. വയറ് കയറില്ല പെട്ടെന്ന്. വായുണ്ടെങ്കിലും കനം കുറവായിരിക്കും, മനസ്സിലായോ? വായുണ്ടെങ്കിലും കനം കുറവായിരിക്കും. ഞാൻ ഒരു ഫ്ലോയിൽ വിൽക്കണ്ടിരിക്കും. ഇല്ല ഒന്നുമില്ല, നമുക്ക് വഴിയില്ല. അങ്ങനെ അവസാനം അവർ കരയിലെത്തുകയാണ് സുഹൃത്തുക്കളെ, കരയിലെത്തുകയാണ്. നമുക്ക് നോക്കാം എന്തുമാത്രം മീനുണ്ടെന്ന്. ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ ചുമ്മാ വയ്യാനെ. ഒരു ഇതും കൂടെ പാത്രം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ തന്നെ തള്ളിക്കൊണ്ടു പോകണം. ഞാൻ പായൽ മാത്രം മറന്നു. അല്ലേ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. സെറ്റ് മീൻ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. നല്ല അടിപൊളി വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ എത്ര കുപ്പിയുണ്ടെന്നൊക്കെ അതിനകത്ത്? 1 2 3 4 5 6 7 3 10. ലാസ്റ്റ് എല്ലാ മീനും കൂടെ നമുക്ക് ഒരുമിച്ച് കാണിക്കുന്നതാണ്. മൊത്തം 22 ചൂണ്ട നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഏകദേശം 11 കിട്ടിയിട്ടുള്ളൂ. അതിൽ 6 മീനുള്ളൂ. ഇപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോവാണ്. ബാക്കി എല്ലാ മീനും ഉണ്ടല്ലേ? അല്ലെങ്കിൽ ആർക്കും കുപ്പി ഇടാം. എടാ ഇവിടെ വൃത്തിയുള്ള ഇങ്ങോട്ട് മീൻ എടുക്കാം. മോള് കഴിഞ്ഞേ ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ അടി കാണും. ഉണ്ടായി നാല് മീനുണ്ടായിരുന്നു, 5 മീനുണ്ടായിരുന്നു. 5 ഒരെണ്ണം ചാടിപ്പോയില്ല, 6 മീനുണ്ടായിരുന്നു. ഒരെണ്ണം പോയിട്ട് അത് വാ പൊട്ടിപ്പോയിന്നാണ് എൻ്റെ. ഇങ്ങനെ പോയി മീൻ. അപ്പോൾ ചൂണ്ട അല്ല ഔത്തെടുക്കണല്ലേ നല്ലത്. നമുക്ക് വേറെ ചാക്കില്ല. അപ്പോൾ ഇതിന് നമ്മൾ കെട്ടി എല്ലാം ഒരുമിച്ചാക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചാക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ കെട്ടണ വീഡിയോയിലേക്ക് പോവാം. എവിടെ കൂടെ കുപ്പിച്ചേക്കണം? ചെവളെ കൂടെ അല്ലേ കയറ്റണ്ട? ആ ശരി, ചെവളെ തുറന്നിട്ടുണ്ട്. ഒരിയിലേക്ക് പുറത്ത് വരും. അപ്പോൾ ഒരിയിലേക്ക് പുറത്ത് വരും. 1 കിലോ ഒന്നുമില്ല. ചെറുപ്പണി ഇങ്ങനെയാണ് കുറവ്. ഇപ്പോൾ ചൂണ്ടകളൊക്കെ വരുന്നത് കളവിയല്ല. ചൂണ്ടൊക്കെ ലാസ്റ്റ് കഴിക്കാം കയറിയിട്ട് ഇവിടത്തെ കൂടെ എടുത്തിട്ട്. അപ്പോൾ ഒരു സ്ഥലത്തുള്ളതായിട്ടുണ്ട്. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് എടുക്കാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ 5 മീനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കെട്ടിട്ട് പോവാം. അത് തന്നെ കേട്ടോ നമുക്ക് കെട്ടിക്കോ. രാശിമാരാണോ ഇവിടെ കേട്ടാ കൊണ്ടായിക്കോട്ടെ അറിയില്ല. മരപ്പോൾ ചായ കഞ്ഞാൽ ചുറ്റിയിട്ട് ഇതിന് ഉടക്കിയിട്ടാൽ മതിയല്ല. 2 ഉടക്കം കെട്ടി വന്നു നോക്കാൻ പറ്റുമോ? അതെന്താ ചോദ്യം കിട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണതിരാണ് കേട്ടല്ലേ. എൻ്റെ 2 കണ്ണും ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ചാടിപ്പോയാലും എങ്ങനെ
ഓക്കെ. അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. വീഡിയോയിലേക്ക് പോവാം. കറക്റ്റ് എടുത്ത് നോക്കിയാൽ അവിടെ എന്താ കൈ തേല് കുരുക്കിയും കിടക്കുന്നുണ്ട്. കൈത വരൂല. തള്ളി വിടണോ? ആഴമുണ്ടല്ലേടാ? ആഴമുണ്ടോ അവിടെ? ഇത് ട്യൂബ് തള്ളിവിടാൻ പറ്റുമോ നോക്കാം വിത്ത് പറയാം. എടുക്കാൻ പറ്റുമോ? ഇല്ലല്ല, നീയൊന്നുമില്ല. ഇനി കാണൂടെ? ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കുരുങ്ങിയിരിപ്പുണ്ട്. പറഞ്ഞ പോലെ തന്നെ. ഇതിനെവിടെ മയിരി? ഒരിക്കലല്ല. മീനായിരിക്കും. അതിലില്ലല്ലേ? വെള്ളത്തിണ്ടല്ലേ? ഇല്ലടാ. സൈഡ് തന്നെ എല്ലാം പോയി കിടക്കണേ. 3 എടുത്തു. 3 പെയ്യൂല എങ്ങനെയൊക്കെയാലും.
വെള്ളത്തി ഉണ്ടോ അവിടെ? വെള്ളത്തി കിടക്കണ വെള്ളത്തി ഉണ്ടാകുന്നായിരുന്നു. ഇവിടെ നിന്ന് ഒരു ചെറുത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ 2 എണ്ണത്തിൽ കൊരിപ്പുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. നാളെ അറിയാം. ഇരുപത്തിരണ്ട് കുപ്പി ചൂണ്ടയിട്ടതിൽ വേറെ 6 മീനെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിലൊരു സൈസ് ഉള്ളതുകൊണ്ട് 1.5 കിലോയ്ക്ക് പുറത്തുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 5 കിലോയ്ക്ക് അടുപ്പിച്ച് തൂക്കമുള്ള മീനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. നല്ല അടിപൊളി സൈസ് മീൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ്, പുറകെ കാണും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.